ഹലോ ഫ്രണ്ട്സ്, വിവേകാണ് ബാക്ക് ടു മൈ ചാനൽ. സോ ഇനി ഞാൻ നിൽക്കുന്നത് വെച്ചാൽ പത്തനംതിട്ടയിലുള്ള AVG അരീനയുടെ ഷോറൂമിലാണ്. ഇന്നിവിടെ ഏറ്റവും പുതിയ ഓൾ ന്യൂ ഡിസൈൻ്റെ ലോഞ്ചാണ്. സോ നമുക്ക് അകത്ത് പോയി ചെക്കൗട്ട് ചെയ്യാം. ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾ ന്യൂ ഡിസയർ ആണ്. ഇതിലൊരു കംപ്ലീറ്റ്ലി ഒരു ഹോൾ ഓവർ ചേഞ്ച്. പഴയ ഡിസയറുമായിട്ട് യാതൊരുവിധ കണക്ഷൻസും വരുന്നില്ല. ഒരു ഫുള്ളി ന്യൂ ബോൺ ഡിസയർ എന്ന് തന്നെ പറയണം. കാരണം ഇതിൻ്റെ ലുക്സ് വരുമ്പം തന്നെ ഫ്രണ്ട് സൈഡിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആണ്. ആ ഗ്രിൽ പോർഷൻ ആണെങ്കിലും പുതിയ LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. അത് ഒരു 6 പോക്കായിട്ടുള്ള LED യൂണിറ്റ്സ് ആണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ഒരു ലുക്ക് കാണുമ്പോൾ എനിക്കൊരു ഓഡിയുടെ കട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 6 പോക്കായിട്ടാണ് LED വന്നിരിക്കുന്നത്. താഴെ നമുക്ക് ഫോഗ് ലാമ്പ് LED ആണ്. താഴെയായിട്ടാണ് DRL സ്ട്രിപ്പ് വരുന്നത്. മിഡിലാണെങ്കിലും ആ ഒരു ബ്ലാക്ക് ഫിനിഷൊക്കെ വളരെ അട്രാക്റ്റീവായിട്ട്. പിന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ റൈറ്റ് സൈഡ് മുതൽ ലെഫ്റ്റ് സൈഡ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്രോം എലമെൻ്റ് ഉണ്ട്. ആ ഒരു സിൽവർ ഫിനിഷിൽ ഇങ്ങനെ നീണ്ടു നിൽപ്പുണ്ട്. പിന്നെ ആ ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു പോർഷനിലായിട്ട് കോർണറിലായിട്ട് ഒരു സ്പോട്ടി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഫംഗ്ഷൻസ് ഒന്നുമില്ല. പക്ഷേ താഴെയായിട്ടാണ് അതിൻ്റെ ആ ഒരു DRL സ്ട്രിപ്പ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റ് വന്നിരിക്കുന്നത്. അതൊക്കെ അട്രാക്റ്റീവായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ കീ എടുത്ത് നോക്കാം. അപ്പം വണ്ടിയുടെ കീ വരുന്നതെന്ന് വെച്ചാൽ വളരെ നോർമൽ കീ തന്നെയാണ്. അതായത് നമ്മൾ മാരുതിയുടെ വണ്ടികൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള എല്ലാ വണ്ടികളിലും വരുന്ന കോമൺ കീ തന്നെയാണ്. ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടനാണ് വന്നിരിക്കുന്നത്. ബട്ട് ഇൻറ്റീരിയറിലൊക്കെ കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോഴും നമുക്ക് ആ ഒരു ക്രോം എലമെൻറ്റ്സ് നീണ്ട് ഇപ്പോൾ എൻഡ് ടു എൻഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. ബട്ട് ലൈറ്റ്സ് ഒന്നുമില്ല. ബട്ട് ഇവിടെ ആയിട്ട് ഡിസൈൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് LED ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു സ്റ്റാറിൻ്റെ ഒരു ഷേപ്പിലാണ്, ഒരു സ്റ്റാർ അല്ല, ഒരു ബൂമറാങ് ഷേപ്പിലാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത് വെച്ചാൽ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കാരണം ആ നോർമൽ അതേ പഴയ വണ്ടിക്കുണ്ടായിരുന്ന അത്രയും ഒരു ഏരിയ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് അത് തന്നെയാണ് സ്പെയർ ടയറും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് റിവേഴ്സ് ക്യാമറയുടെ ഒരു പോർഷൻ ഉണ്ട്. കുറച്ചുകൂടെ ഒന്ന് ആഞ്ഞ് ഡോറ് ക്ലോസ് ചെയ്യാം. നമുക്ക് വണ്ടിക്ക് അകത്തോട്ട് കയറി വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഞാൻ വണ്ടിക്കകത്ത് കയറി. ഒരു വാണിംഗ് കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇവിടാണ് വരുന്നത്. ഒന്ന് ചെയ്തു, ഒന്നുകൂടെ ചെയ്തപ്പോഴാണ് ഓണായി. കണ്ടോ, നെക്സയുടെ ലോഗോ വരുന്നുണ്ട്. സൺറൂഫ് ഓൾറെഡി ഓപ്പൺ ആണ്. ഒരു സിംഗിൾ ടച്ച് തന്നെ അത് ക്ലോസ് ആയി വരുന്നു. സോ ക്ലോസ് ആയി. ഞാനിപ്പോൾ ഇരിക്കുന്നത് വെച്ചാൽ ഏറ്റവും പുതിയ ഓൾ ന്യൂ ഡിസയറിലാണ്. സോ വണ്ടി വന്നിരിക്കുന്നത് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലിൽ വരുമ്പോഴും നമുക്ക് ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ഒക്കെയാണ്. പിന്നെ കോൾ എടുക്കാനുള്ള സ്വിച്ചസ് ഒക്കെ നോർമലി ഇതാണ്. നമുക്ക് വോയിസ്, അതായത് നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് ത്രൂ എന്തെങ്കിലും കണക്ടിവിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ടേൺ ഓൺ മ്യൂസിക്. Sorry, I still can't understand you. Please make sure there is no background noise and try again. Turn on music. പോയി, അതെന്താണെന്ന് അറിയത്തില്ല. സോ ദാറ്റ്സ് ദ തിങ്. പഴയതുമായിട്ട് യാതൊരുവിധ സിമിലാരിറ്റി ഇല്ല, മൊത്തത്തിൽ ചേഞ്ച് ആണ്. ബട്ട് നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മാരുതിയുടെ പൊതുവേ എല്ലാ വണ്ടികളിലും ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ്. അതിൽ മാത്രം ഒരു ചേഞ്ച് വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഗ്രാൻഡ് വിറ്റാര മുതൽ ഏത് വണ്ടി എടുത്താലും, ജിംനി ഒഴിച്ച് ബാക്കി മിക്ക വണ്ടികളിലും നമുക്ക് ഫ്രോങ്സ്, ബലീനോ എല്ലാത്തിലും ഇതേ സെയിം മോഡൽ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്. നമുക്ക് മിഡിലായിട്ടാണ് ആ ഒരു ഡിജിറ്റൽ യൂണിറ്റ് വരുന്നത്. പിന്നെ സ്പീഡോമീറ്ററും RPM മീറ്റർ രണ്ടും അനലോഗിലാണ് വന്നിരിക്കുന്നത്. താഴെയായിട്ടാണ് ഫ്യൂൽ ഗേജ്, അത്ര കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. മിഡിലായിട്ട് എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. ഡിസ്റ്റൻസ് ടു empty ഫ്യൂവൽ, അത്ര കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് വരുന്നത് വെച്ചാൽ 9-inch സ്മാർട്ട് പ്ലേ പ്രോ ആണ്. ഇത് അങ്ങനെ പൊക്കി വെക്കാം, നല്ല ഒരു ഇതാണ്. സോ ഇതിലും ആ ഒരു സെയിം എലമെൻറ്റ്സ് ഒക്കെ തന്നെയാണ്. കാരണം നമുക്ക് ആ ഒരു ബലീനോയിൽ മുതൽ കണ്ടുവന്നിരിക്കുന്നത് ആ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ബാക്കി ചേഞ്ചസ് ഒന്നും ഇല്ല. ബാക്കി നമുക്ക് എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ത്രൂ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് റേഞ്ചും കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, അത്ര കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴാണെങ്കിൽ നമുക്ക് AC വെൻ്റ് വരുന്നുണ്ട്. അതും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കിവിടെ വരുമ്പോൾ ഫുള്ളി ആ ഒരു ഡിസൈൻ ആൻഡ് ട്രിം എലമെൻറ്റ്സ് എല്ലാത്തിലും മാറിയിട്ടുണ്ട്. ഇവിടെ ആ ഒരു വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതും വളരെ അട്രാക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ കണ്ടോ, പല കളേഴ്സാണ്. കാരണം ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു ക്രീം കളർ, അതുപോലെ തന്നെ ഡാർക്ക് കളർ, സിൽവർ ഫിനിഷ്, ആ ഒരു വുഡൻ ട്രിമ്മും കൊടുത്തിട്ടുണ്ട്. AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. മിഡിലായിട്ട് ഹസാർഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴാണെങ്കിലും നമുക്ക് USB പോർട്ട് വരുന്നുണ്ട്. നമുക്കൊരു വയർലെസ് പാഡിനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് വയർലെസ് പാഡിൻ്റെ ഏരിയ ആണ്. നമുക്ക് ആ മൊബൈൽ അവിടെ ഹോൾഡ് ചെയ്യാൻ 2 കപ്പോർട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. 5 ഗിയർ ട്രാൻസ്മിഷനാണ്. ആ ഒരു ഗിയർ ലിവറാണ്. ഫുള്ളി ലെതർ റാപ്ഡ് ആണ്. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്യാൻ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്കിലെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. ചെറിയൊരു ഡീസൻറ്റ്
ഗ്ലൗ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ മുകളിലായിട്ട് വരുമെന്ന് വെച്ചാൽ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് സൺറൂഫ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇതുപോലത്തെ ഒരു സിംഗിൾ ടച്ചിൽ അത് ഓപ്പൺ ആയി വരുന്നതാണ്. ഫുള്ളി പാൻഡ്രോമിക് അല്ല, ജസ്റ്റ് ഇത്രയും ഒരു പോർഷൻ മാത്രം. കാരണം അത്രയും ഒരു ഏരിയ മാത്രമാണ്. അതിങ്ങനെ പൊക്കിയും വെക്കാം. ഇത് നമുക്ക് മാനുവലി കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നീക്കി വെക്കണം. സോ അങ്ങനെ ഡിസയറും ലക്ഷറി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് തുടങ്ങി. പിന്നെ ഇതിൻ്റെ സീറ്റ്സ് വരുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ, നല്ല കുഷനിങ് ഉള്ള കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് മൂവ് ചെയ്യാം. പിന്നെ നമുക്ക് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ, അത് ഞാൻ കാണിച്ചില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കണ്ടോ 360 ഡിഗ്രി ക്യാമറയും വരുന്നുണ്ട് ഈ ഒരു മോഡലിന്. ഇത് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. അത് നോർമലി നമുക്ക് പഴയ വണ്ടികൾക്കൊന്നും മാരുതിയുടെ ഡിസയറിലൊന്നും വന്നിട്ടില്ലാത്ത ഒരു ഫീച്ചറാണിത്. പിന്നെ നമുക്ക് അതിൻ്റെ 360 ഡിഗ്രി ക്യാമറയുടെ വ്യൂ നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നമുക്ക് അതിൻ്റെ കളർ ടോണൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് റൈറ്റ് പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. 2D വേണമെന്നുണ്ടെങ്കിൽ 2Dയിലും അതുപോലെ തന്നെ 3Dയിലും നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴെയാണ് ഇത് ഓപ്പണൊക്കെ ചെയ്യുന്നത്. പിന്നെ ഡോർ പാഡിൽ വരുമ്പോഴും ബ്ലാക്ക്, സിൽവർ ആൻഡ് ക്രീം കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഇവിടെ കണ്ട സിൽവർ ഫിനിഷിൻ്റെ ഒരു ടച്ച് വരുന്നുണ്ട്. ഒരു 3 ടോൺ കളർ വേരിയൻറ്റ് വരുന്നത് തന്നെ കുറച്ച് അട്രാക്റ്റീവായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് നോർമൽ സ്വിച്ചസ് ഒക്കെയാണ്, അൺലോക്ക്, മറ്റേ പവർ വിൻഡോയുടെ സ്വിച്ച്, താഴെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ, അതുപോലെ തന്നെ കുറച്ചുകൂടെ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയുമാണ് ഫ്രണ്ട് സൈഡിലെ ലുക്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലോട്ട് കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാണിക്കും. ഞാനിപ്പോൾ ഇരിക്കുന്നത് വെച്ചാൽ ഡിസൈനിൻ്റെ സെക്കൻഡ് റോ ആണ്. അതും സത്യം പറഞ്ഞാൽ 2 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിളായി. കാരണം സീറ്റ്സ് ഒക്കെ വന്നിരിക്കുന്നത് വെച്ചാൽ ആ ഒരു സപ്പോർട്ടീവായിട്ടുള്ള സീറ്റ്സാണ്. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റൊക്കെ ചെയ്യാവുന്നതാണ്. ബട്ട് 2 ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മിഡിലുള്ള പാസഞ്ചർക്ക് ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡർ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മിഡിലും കുഴപ്പമില്ലാതിരിക്കാം. ഈ സെക്ഷനിൽ വരുമ്പോൾ വെച്ചാൽ ഇവിടെ ചെറുതായിട്ടൊരു ബമ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ള ഒരു ചേഞ്ച് എന്ന് പറയാൻ. പിന്നെ ബാക്കിൽ AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ഫാസ്റ്റ് ചാർജിങ് സ്ലോട്ട് ഉണ്ട്. ഇവിടെ മൊബൈൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാം. അത്രയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ സൺറൂഫ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ടിലാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത്. ഇവിടുന്ന് വേണേലും ചെറിയ ആൾക്കാർക്കൊക്കെ കയറി നിൽക്കാൻ പറ്റുന്നതാണ്. സോ ഇതാണ് ആ ഒരു ഫ്രണ്ടിലെ ലുക്ക്. പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലെ ലുക്ക് വരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പം പഴയ ഒരു ഡിസൈൻ്റെ യാതൊരുവിധ സിമിലാരിറ്റീസും ഇല്ല. പിന്നെ ടയേഴ്സ് വരുമ്പോഴാണ് ഒരു 15 ഇഞ്ച് ടയേഴ്സാണ് വന്നിരിക്കുന്നത്. അലോയ്സ് ഉണ്ട്. വളരെ സ്പോട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിയറ്റിൻ്റെ ടയറാണ് ഇപ്പോൾ കറൻ്റ്ലി കിടക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് വന്നിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിലും ആ ഒരു ലൈൻസൊക്കെ സ്പോട്ടി ആയിട്ടാണ് വരുന്നത്. പിന്നെ മുകളിലായിട്ട് നമുക്ക് ആ സൺറൂഫ് ആയതുകൊണ്ട് ആ ഒരു ബ്ലാക്ക് ഡുവൽ ടോൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു ലൈൻസ് പോലെ തന്നെ നമുക്ക് ബാക്കി വളരെ സ്പോട്ടി ആയിട്ട് ആ ഒരു സ്പോയിലറും വളരെ സ്പോട്ടി ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഡിഫോഗേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. അത്രയുമാണ്. പിന്നെ ഇതിൻ്റെ ടെയിൽ ലാമ്പ് യൂണിറ്റും ആ ഒരു ബ്രേക്ക് യൂണിറ്റ് അവിടെ ആയിട്ടാണ് കൊടുത്തത്. പെട്ടെന്ന് നോക്കുമ്പോൾ ലൈറ്റാണെന്ന് തോന്നത്തില്ല. പിന്നെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ മാരുതിയുടെ പപ്പട വണ്ടി എന്ന് പറഞ്ഞൊരു ബെഞ്ച് മാർക്ക് കംപ്ലീറ്റ്ലി അങ്ങ് മാറുവാണ് ന്യൂ ഡിസയർ വന്നതോടെ. കാരണം ഇതിന് ഗ്ലോബലി ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വന്നത്. ആ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്കിതിൽ നമുക്ക് ഡോർ പാഡ്സിലൊക്കെ ഡോർ ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഹുഡൊക്കെ ആണെങ്കിലും അത്ര എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ക്വാളിറ്റി നമുക്ക് എല്ലാ സൈഡിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്ത ഏരിയ ആണ്. സോ ഇത്രയൊക്കെയാണ് വണ്ടിയെ പറ്റി ഓവറോൾ പറയാനുള്ളത്. ശരിക്കും മാരുതി വണ്ടിയുടെ ഈ ഒരു ഡിസയർ ലോഞ്ചോടെ വണ്ടിയെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് വണ്ടി എത്തിക്കഴിഞ്ഞു. എല്ലാം കൊണ്ട് ലുക്സും കൊണ്ടും ഫീച്ചേഴ്സും കൊണ്ടും അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിലാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിലൊക്കെ വണ്ടിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വണ്ടി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പത്തനംതിട്ടയിലുള്ള AVGയുടെ ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ്. അപ്പോൾ വണ്ടി റിലേറ്റഡ് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.